ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് പപ്പായ വെച്ചിട്ട് ഒരു പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ പപ്പായയുടെ പകുതിയാണ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഞാനൊരു കുക്കറിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉരുക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഉരുകി നന്നായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റോട് ഉള്ളിൽ തന്നെ നമുക്കത് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന പപ്പായ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉടച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഉടച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പായസം റെഡിയാക്കാനാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പപ്പായയുടെ മിക്സും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. അതായത് ഈ നെയ്യിൽ കിടന്നിട്ട് അതൊന്ന് വലിഞ്ഞ് കിട്ടണം. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അതൊരു 10 മിനിറ്റ് എന്തായാലും എടുക്കും. ഇതൊന്ന് നന്നായിട്ടൊന്ന് വലിഞ്ഞ് ഒന്ന് കുറുകി വരാനായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെയ്യ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ നെയ്യിൽ കിടന്ന് വേവുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. ഓക്കെ, ഞാനപ്പോൾ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ നന്നായി ഇളക്കി കൊടുക്കണം. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇനി ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ശർക്കരപ്പാനി, നമ്മളിപ്പോൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി ഇത് യോജിപ്പിച്ചെടുക്കണം. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് അത് ഉടച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും ശർക്കര ഒഴിച്ചതിന് ശേഷം. നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പാലാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. പാല് ഞാനിവിടെ പശുവും പാല് തിളപ്പിച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നാളികേരപ്പാൽ ഉപയോഗിച്ചും ഈ പായസം റെഡിയാക്കാം. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിനി ഞാനൊരു 2-3 ഏലക്കായ ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എൻ്റെ കയ്യിൽ മുന്തിരി ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ വറുത്തിടാനായിട്ട്. അപ്പോൾ അതൊന്ന് ഗോൾഡൻ കളർ ആവണ വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നേരിട്ട് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് പപ്പായ പായസം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇതൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.